കിഴവനും കടലും ഭാഗം 5. മിക്ക മുക്കുവരും തങ്ങളുടെ സാമഗ്രികൾ സൂക്ഷിക്കുന്ന പുരയിലെ വലിയ വീപ്പയിൽ നിന്നും ഓരോ ദിവസവും അയാൾ 1 കപ്പ് സ്രാവിൻ കരൾ എണ്ണ വീതം കുടിച്ചിരുന്നു. ആവശ്യക്കാരായ എല്ലാ മുക്കുവർക്കും അതെടുക്കാമായിരുന്നു. മിക്ക മുക്കുവർക്കും അതിൻ്റെ ചുവ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ഉറക്കമുണർന്നെഴുന്നേൽക്കുന്ന സമയം വെച്ച് നോക്കുമ്പോൾ അതിലും മോശമായിരുന്നില്ല അത്. എല്ലാത്തരം നീർവീഴ്ചയ്ക്കും ജലദോഷപ്പനിക്കും വളരെ നല്ലതായിരുന്നു ഈ എണ്ണ. അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും. കിഴവൻ മേലോട്ട് നോക്കി. പക്ഷി വീണ്ടും വട്ടമിടുകയാണ്. അവൻ മത്സ്യത്തെ കണ്ടെത്തിയിരിക്കുന്നു, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. പറക്കും മത്സ്യങ്ങളൊന്നും മേൽപ്പരപ്പിൽ പൊങ്ങിയില്ല. ഇരമത്സ്യങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടന്നുമില്ല. എന്നാൽ കിഴവൻ നോക്കിക്കൊണ്ടിരിക്കെ ചെറിയൊരു ട്യൂണ മത്സ്യം വായുവിൽ ഉയർന്നു. അത് തിരിഞ്ഞ് ആദ്യം വെള്ളത്തിൽ തലകുത്തി. സൂര്യപ്രകാശത്തിൽ ട്യൂണ വെള്ളി പോലെ വെട്ടിത്തിളങ്ങി. അത് തിരികെ വെള്ളത്തിൽ വീണപ്പോൾ മറ്റൊന്ന് വായുവിൽ ഉയർന്നു. അതിനു പിന്നാലെ മറ്റൊന്ന്. അങ്ങനെ നിരവധി എണ്ണം നാനാദിക്കുകളിലും ചാടിക്കൊണ്ടിരുന്നു. അവ വെള്ളം ഇളക്കി മറിച്ച് ചൂണ്ടയിലെ ഇരയ്ക്ക് പിന്നാലെ നീണ്ട കുതിച്ചുചാട്ടങ്ങൾ നടത്തി. ഇരയെ വട്ടം ചുറ്റിക്കുകയും അങ്ങുമിങ്ങും തള്ളുകയും ചെയ്തുകൊണ്ടിരുന്നു. ട്യൂണകൾ അതിവേഗം സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞാൻ അവയ്ക്കൊപ്പം എത്തും, കിഴവൻ വിചാരിച്ചു. മത്സ്യങ്ങളുടെ കൂട്ടം ജലത്തിൽ വെളുപ്പ് പടർത്തിയിരിക്കുന്നതും പരിഭ്രാന്തരായി മേൽപ്പരപ്പിലെത്തിയിരിക്കുന്ന ഇരമത്സ്യങ്ങളുടെ ഇടയിലേക്ക് പക്ഷി താഴ്ന്നു പറന്നു മുങ്ങുന്നതും അയാൾ നിരീക്ഷിച്ചു. ഈ പക്ഷി വലിയ സഹായമാണ്, കിഴവൻ പറഞ്ഞു. തൽക്ഷണം അയാളുടെ പാദങ്ങൾക്കിടയിൽ വലിഞ്ഞു നിന്നിരുന്ന ചൂണ്ടനൂൽ ഇളകി. തുഴ താഴെയിട്ട് ചരട് മുറുക്കി പിടിച്ച് ചെറിയ ട്യൂണയുടെ ഇളക്കിക്കൊണ്ടുള്ള വലിയിൽ നിന്നും അതിൻ്റെ ഭാരം എത്രയാണെന്ന് തിട്ടപ്പെടുത്തി. എന്നിട്ട് അതിനെ വലിച്ചു കയറ്റാൻ ആരംഭിച്ചു. വലിക്കും തോറും പിടച്ചിൽ കൂടി വന്നു. പിൻഭാഗവും വശങ്ങളിലെ സ്വർണ്ണവർണ്ണവും കിഴവന് കാണാൻ കഴിഞ്ഞു. വഞ്ചിയുടെ പിന്നണിയത്ത് വെയിലിൽ ഒതുക്കമുള്ള വെടിയുണ്ടയുടെ ആകൃതിയുള്ള അവൻ കിടന്നു. അതിവേഗം ചലിക്കുന്ന വെടിപ്പാർന്ന ദ്രുതഗതിയിൽ പിടയ്ക്കുന്ന വാലിൻ്റെ താടനം വഞ്ചിയുടെ തളിരത്തിലേൽപ്പിച്ച നിർജീവമായ വലിയ കണ്ണുകൾ തുറിച്ച് അവൻ ജീവൻ വെടിയുകയായിരുന്നു. ദയ തോന്നി കിഴവൻ അവൻ്റെ തലയിൽ പ്രഹരിച്ചു. അമരത്തിൻ്റെ നിഴലിൽ അവൻ്റെ ഉടൽ അപ്പോഴും വിറച്ചുകൊണ്ടിരുന്നു. ആൽബക്കോർ, അയാൾ ഉറക്കെ പറഞ്ഞു. ഇവൻ സുന്ദരനിരയായിരിക്കും. 10 റാത്തൽ തൂക്കമുണ്ട്. തനിച്ചിരിക്കുമ്പോൾ താൻ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് എന്നായിരുന്നുവെന്ന് കിഴവന് ഓർമ്മയില്ലായിരുന്നു. പണ്ടൊക്കെ തനിച്ചിരിക്കുമ്പോൾ പാടാറുണ്ടായിരുന്നു. മീൻവഞ്ചിയിലോ ആമവേട്ട നടത്തുന്ന വള്ളത്തിലോ തനിയെ ചുക്കാൻ പിടിക്കുമ്പോൾ രാത്രിയിൽ ചിലപ്പോൾ പാടാറുണ്ടായിരുന്നു. ചെറുക്കൻ വിട്ടുപോയി കഴിഞ്ഞ് തനിച്ചായപ്പോഴായിരിക്കും അയാൾ ഉറക്കെ സംസാരിക്കാൻ ആരംഭിച്ചത്. പക്ഷെ കൃത്യമായി ഓർമ്മയില്ല. അവരിരുവരും ഒന്നിച്ച് മീൻ പിടിച്ചിരുന്നപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ സംസാരിച്ചിരുന്നുള്ളൂ. രാത്രിയിലോ മോശം കാലാവസ്ഥ മൂലം കൊടുങ്കാറ്റുണ്ടാവാൻ സാധ്യതയുള്ളപ്പോഴോ അവർ സംസാരിച്ചു. കടലിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അനാവശ്യമായി സംസാരിക്കുന്നത് നല്ല കാര്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കിഴവൻ അപ്പോഴും അതിനെ ഗൗനിക്കുകയും മാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ തൻ്റെ മനോഗതങ്ങൾ പലവട്ടം ഉറക്കെ പറയുന്നു. അവയ്ക്ക് അലോസരപ്പെടുത്താനായി ആരും ഇവിടെ ഇല്ലല്ലോ. ഞാൻ ഉറക്കെ പറയുന്നത് മറ്റാരെങ്കിലും കേട്ടാൽ എനിക്ക് കിറുക്കാണെന്ന് അവർ കരുതും, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. പക്ഷെ കിറുക്കില്ലാത്തതിനാൽ ഞാനത് ഗൗനിക്കുന്നില്ല. പണമുള്ളവർക്ക് വഞ്ചികളിൽ തങ്ങളോട് സംസാരിക്കാനും ബേസ്ബോൾ വാർത്തകൾ അറിയാനും റേഡിയോകളുണ്ട്. ഇപ്പോൾ ബേസ്ബോളിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, അയാൾ വിചാരിച്ചു. ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള സമയമാണിത്. അതിനു വേണ്ടിയുള്ളതാണ് എൻ്റെ ജന്മം. മീൻകുട്ടകൾക്കിടയിൽ വലിയൊരു മത്സ്യം ഉണ്ടാകാതിരിക്കില്ല, കിഴവൻ ചിന്തിച്ചു. ഇരയിട്ടിരിക്കുന്ന ആൽബക്കോറിൽ നിന്ന് കൂട്ടം പിരിഞ്ഞ ഒന്നിനെയാണ് ഞാൻ പിടികൂടിയത്. എന്നാൽ വളരെ അകലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവ. ഇന്ന് മേൽപ്പരപ്പിൽ പ്രത്യക്ഷപ്പെടുന്നവയെല്ലാം അതിവേഗം വടക്ക് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. ഇന്നത്തെ പകലിൻ്റെ വല്ല സവിശേഷതയുമാണോ ഇത്? അതോ എനിക്കറിയാത്ത ഏതെങ്കിലും കാലാവസ്ഥാ സൂചനയോ? കരയുടെ പച്ചനിറം അയാൾക്കിപ്പോൾ കാണാനായില്ല. മഞ്ഞിൻ്റെ തൊപ്പി അണിഞ്ഞതുപോലെ വെള്ളനിറത്തിൽ പ്രത്യക്ഷപ്പെട്ട നീലക്കുന്നുകളുടെ
മുകളറ്റവും അവയ്ക്ക് മീതെ പൊക്കമുള്ള മഞ്ഞുമലകൾ പോലെ തോന്നിച്ച മേഘങ്ങളും മാത്രം കാണാനുണ്ട്. കടൽ വല്ലാതെ കറുത്തിരുന്നു. ഇരുണ്ട് കടൽ വെള്ളത്തിൽ വെളിച്ചം പ്രിസത്തിലൂടെ കടന്നു പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. സൂര്യൻ ഉയർന്നതോടെ ജലത്തിലൂടെ ഒഴുകി നടക്കുന്ന പ്ലാങ്ക്ടൺ ജീവജാലങ്ങളുടെ എണ്ണമറ്റ പൊട്ടുകൾ ഇല്ലാതായി. നീലനിറത്തിലെ ആഴമേറിയ പ്രിസങ്ങളിലൂടെ നൂലുകൾ ഒരു നാഴിക ആഴത്തിൽ വെള്ളത്തിലൂടെ നേരെ താഴ്ന്നിറങ്ങിപ്പോയിരിക്കുന്നത് മാത്രം കിഴവന് കാണാൻ കഴിഞ്ഞു. ട്യൂണ മത്സ്യങ്ങൾ വീണ്ടും അടിയിലെത്തിയിരിക്കുന്നു. ഈ ഇനത്തിൽപ്പെട്ട എല്ലാത്തരം മത്സ്യങ്ങളെയും ട്യൂണ എന്നാണ് മുക്കൂർ പറയുക. വിൽക്കാൻ കൊണ്ടു ചെല്ലുമ്പോഴോ ചൂണ്ടയിൽ കോർക്കാനുള്ള ഇരകളുമായി കൈമാറ്റം ചെയ്യുമ്പോഴോ മാത്രമാണ് ഇവയെ ഇനം തിരിക്കുക പതിവ്. സൂര്യന് ചൂട് പിടിച്ചു. പിരടിയിൽ ചൂടിൻ്റെ കാഠിന്യം കിഴവന് അനുഭവപ്പെട്ടു. തുഴഞ്ഞുകൊണ്ടിരിക്കെ മുതുകിലൂടെ വിയർപ്പ് അരിച്ചിറങ്ങിയത് അയാൾ അറിഞ്ഞു. ഒഴുക്കിനൊത്ത് അങ്ങനെ പോകാം, കിഴവൻ വിചാരിച്ചു. ഇത്തിരി ഉറങ്ങുകയും ചെയ്യാം. എന്നെ ഉണർത്താനായി ചൂണ്ടനൂൽ എൻ്റെ കാൽവിരലിൽ കെട്ടിയിടാം. പക്ഷേ ഇന്ന് 85-ാം ദിവസമാണ്. ഇന്ന് നന്നായി മീൻ പിടിക്കുക തന്നെ വേണം. ചൂണ്ടനൂൽ നോക്കവേ പെട്ടെന്ന് തള്ളി നിൽക്കുന്ന പച്ച നിറത്തിലുള്ള മരകഷ്ണങ്ങളിലൊന്ന് അതിവേഗം മുങ്ങുന്നത് കിഴവൻ്റെ കണ്ണിൽപ്പെട്ടു. അതെ, അയാൾ പറഞ്ഞു. അതേ. വഞ്ചി ഉലയാതിരിക്കാൻ കിഴവൻ തുഴച്ചിൽ നിർത്തി. കൈയെത്തിച്ച് ചരട് കയ്യിലാക്കി. വലതു കൈയിലെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലായി മൃദുവായി പിടിച്ചു. വലിച്ചിലോ ഭാരമോ അനുഭവപ്പെടാതിരുന്നതിനാൽ ലാഘവത്തോടെയാണ് പിടിച്ചത്. താമസിയാതെ വീണ്ടും അതേ വലിച്ചിൽ. ഇത്തവണ അത് ശങ്കയോടെയുള്ള ഒരു വലിച്ചിലായിരുന്നു. ദൃഢമോ കനമോ ഉള്ളതല്ല. അതെന്താണെന്ന് അയാൾക്ക് കൃത്യമായി മനസ്സിലായി. 100 ആൾ ആഴത്തിൽ ഒരു മാർലിൻ മത്സ്യം ചൂണ്ടയിൽ കോർത്തിരിക്കുന്ന മത്തിയിര വിഴുങ്ങുകയാണ്. കൊച്ചു ട്യൂണയുടെ തലയിലൂടെ കൈ പോലെയുള്ള കൊളുത്ത് പുറത്തേക്ക് ഉന്തി നിന്നു. കിഴവൻ ഇടത് കൈകൊണ്ട് നൂൽ മൃദുവായി പിടിച്ച് വടിയിൽ നിന്നും ചുറ്റഴിച്ചു വിട്ടു. ഇനി മത്സ്യത്തിന് ഒരലട്ടും തോന്നാത്ത വിധം അയാൾക്ക് കൈവിരലിലൂടെ അയച്ചു കൊടുക്കാൻ കഴിയും. ഇത്രയും അകലെ കടലിൽ ഈ മാസത്തിൽ അവൻ ഭീമാകാരനായിട്ടുണ്ടാവണം, അയാൾ വിചാരിച്ചു. മത്സ്യമേ, അവയെ തിന്നൂ, അവയെ തിന്നൂ, ദയവായി അവയെ തിന്നൂ. എത്ര പുതിയതാണവ. അത് 100 അടി ആഴത്തിലെ ഇരുട്ടിൽ തണുത്ത ജലത്തിലാണ്. നീ ഇരുട്ടിൽ മറ്റൊരു വട്ടം ചുറ്റി തിരിച്ചു വന്ന് അവ തിന്നൂ. മൃദുവായ ഒരു വലിച്ചിൽ അയാൾക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് ശക്തിയേറിയ ഒരു വലിയും. ചൂണ്ടക്കുളത്തിൽ നിന്നും മത്തിയുടെ തല പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാകാം ആ വലിവ്. പിന്നെ ഒരനക്കവുമില്ല. മുന്നോട്ട് വരൂ, കിഴവൻ ഉച്ചത്തിൽ പറഞ്ഞു. ഒന്നുകൂടി വട്ടം ചുറ്റൂ. അവ ഒന്ന് മണത്തു നോക്കൂ. മനോഹരമല്ലേ അവ. ഇപ്പോൾ അവ തിന്നൂ. ഇനി ട്യൂണയാണുള്ളത്. കടുപ്പമേറിയ തണുത്ത സുന്ദരമായ ട്യൂണ. സങ്കോചം വേണ്ട മീനെ, തിന്നോളൂ. തള്ളവിരലിനും ചൂണ്ടവിരലിനും ഇടയിൽ നൂൽ വെച്ച് കിഴവൻ കാത്തിരുന്നു. മീൻ മുകളിലേക്ക് വരികയോ ആഴത്തിലേക്ക് പോവുകയോ ചെയ്തിരിക്കാം എന്നതിനാൽ അതും മറ്റു നൂലുകളും ഒരേ സമയം അയാൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. വീണ്ടും മൃദുവായ അതേ വലിവ് സ്പർശം. അവനത് തിന്നും, കിഴവൻ ആക്രോശിച്ചു. ദൈവം സഹായിച്ച് അവനത് തിന്നും. എന്നിട്ടും മീൻ അത് തിന്നില്ല. അവൻ സ്ഥലം വിട്ടിരുന്നു. കിഴവന് ഒന്നും അനുഭവപ്പെട്ടില്ല. അവന് അങ്ങനെ പോകാൻ കഴിയില്ല, അയാൾ പറഞ്ഞു. അവന് പോകാൻ കഴിയില്ലെന്ന് ദൈവത്തിനെ അറിയൂ. അവൻ വട്ടം ചുറ്റുകയാവും. ഒരു പക്ഷേ മുമ്പും അവൻ ചൂണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് അവനെന്തോ ഓർക്കുകയാണ്. തുടർന്ന് നൂലിൽ മൃദുവായ സ്പർശം അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ സന്തുഷ്ടനായി. അതവൻ തന്നെയാകാനാണ് സാധ്യത, കിഴവൻ പറഞ്ഞു. അവനത് അകത്താക്കും. ചരടിൽ മൃദുവായി വലിവ് അനുഭവപ്പെട്ടതിനാൽ കിഴവൻ സന്തുഷ്ടനായിരുന്നു. പിന്നീട് കഠിനവും അവിശ്വസനീയവുമായ ഭാരമുള്ളതായി എന്തോ ചിലത് അയാൾക്ക് അനുഭവപ്പെട്ടു. മീനിൻ്റെ ഭാരമായിരുന്നു അത്. 2 കരുതൽ നൂൽ ചുരുളുകളിൽ ഒന്നിൻ്റെ ചുറ്റഴിച്ച് അയാൾ നൂൽ താഴേക്ക് 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 വിട്ടുകൊടുത്തു.
കിഴവൻ്റെ വിരലിലൂടെ നൂൽ ലഘുവായി ഊർന്നിറങ്ങുമ്പോഴും അതിയായ ഭാരം തോന്നിയിരുന്നു. അതേസമയം അയാളുടെ വിരലുകളുടെ മർദ്ദം മിക്കവാറും അവ്യക്തമായിരുന്നു. എന്തൊരു മത്സ്യം, കിഴവൻ പറഞ്ഞു. വായുടെ വശങ്ങളിലൂടെയാണ് അവൻ ഇര വിഴുങ്ങിയിരിക്കുന്നത്. അതുമായി എങ്ങോ പോവുകയാണവൻ. ഇനി തിരിഞ്ഞ് അവൻ അതും വിഴുങ്ങും, അയാൾ വിചാരിച്ചു. അയാളത് പറഞ്ഞില്ല. കാരണം ഒരു നല്ല സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാതെ പോയേക്കാമെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്തൊരു കൂറ്റൻ മത്സ്യം! ഇരുട്ടിൽ വായ്ക്കകത്ത് ട്യൂണയെ നെടുകെ പിടിച്ച് അവൻ നീന്തി അകലുന്നതിനെക്കുറിച്ച് അയാൾ ഭാവനയിൽ കണ്ടു. ആ നിമിഷം അവൻ ചലനം നിർത്തിയതായി അയാൾക്ക് തോന്നി. പക്ഷേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഭാരം വർദ്ധിച്ചു. അയാൾ കൂടുതൽ നൂൽ അയച്ചു കൊടുത്തു. ഒരു നിമിഷത്തേക്ക് വിരലുകളിലെ മാർദ്ദം മുറുകി. ഭാരം വർദ്ധിച്ചു. ചൂണ്ടച്ചരട് നേരെ താഴുകയായിരുന്നു. അവനത് വായിലാക്കിയിട്ടുണ്ട്, കിഴവൻ പറഞ്ഞു. അതേ സമയത്തു തന്നെ ഇടതുകൈ നീട്ടി 2 നൂൽ വളയങ്ങളുടെയും അറ്റം അടുത്ത 2 കരുതൽ നൂൽ വളയശേഖരങ്ങളുടെ കണ്ണിയോട് ചേർത്തു കെട്ടി. അപ്പോൾ അയാൾ തയ്യാറെടുത്തു കഴിഞ്ഞു. 340 ആൾ നീളത്തിലുള്ള ചരട് ഇപ്പോൾ കരുതലായുണ്ട്. താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചരടിന് പുറമെയാണിത്. ഇത്തിരി കൂടി തിന്നൂ, കിഴവൻ പറഞ്ഞു. നന്നായി കഴിച്ചോളൂ. അത് തിന്നുമ്പോൾ ചൂണ്ടക്കൊളുത്തിൻ്റെ മുന നിന്റെ ഹൃദയത്തിലൂടെ കടന്ന് നിന്നെ കൊല്ലും, അയാൾ വിചാരിച്ചു. എളുപ്പം മേലോട്ട് വരൂ, ഞാൻ നിന്നിലേക്ക് ചാട്ടുളി പായിക്കട്ടെ. ശരി, നീ തയ്യാറായോ? ഒരു നേരത്തെ ആഹാരത്തിനു തക്ക നീളമുണ്ടോ നിനക്ക്? ഉടനെ കിഴവൻ ഒച്ചയിട്ടു. എന്നിട്ട് 2 കൈകൊണ്ടും ശക്തിയായി മുകളിലേക്ക് വലിച്ചു. ചരട് ഒരു വാരം മുകളിലേക്ക് വന്നു. കൈകളുടെ കരുത്തും ദേഹത്തിന് ചെലുത്താൻ കഴിയുന്ന മുഴുവൻ ബലവും സംഭരിച്ചും ചരടിൽ 2 കൈകളും മാറി മാറി വലിച്ചു നോക്കി. ഒന്നും സംഭവിച്ചില്ല. മത്സ്യം സാവധാനം നീന്തി അകന്നതേയുള്ളൂ. കിഴവൻ അങ്ങ് അവനെ 1 ഇഞ്ച് പോലും ഉയർത്താനായില്ല. അയാളുടെ ചരട് ബലമുള്ളതും ഭാരമുള്ള മത്സ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതുമായിരുന്നു. വലിഞ്ഞു നിൽക്കുവോളം അയാൾ ആ ചരട് തൻ്റെ മുതുകിലൂടെ വലിച്ചു പിടിച്ചു. വെള്ളത്തുള്ളികൾ മണിമണികളായി അതിൽ നിന്നും ചാടിക്കൊണ്ടിരുന്നു. ചരട് വെള്ളത്തിൽ നേരിയ സീൽക്കാര ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. തോണിയിലെ ഇരിപ്പിടത്തിനെതിരെ ചാരിയും മീനിൻ്റെ വലിക്കെതിരെ ചെരിഞ്ഞും അയാൾ ചരടിൽ മുറുകെ പിടിച്ചിരുന്നു. വഞ്ചി സാവധാനം വടക്കു പടിഞ്ഞാറോട്ട് നീങ്ങാൻ തുടങ്ങി. മത്സ്യം ഒരേ വേഗത്തിൽ ഗതി മാറാതെ സഞ്ചരിച്ചു. ശാന്തമായ ജലപ്പരപ്പിൽ ഇരുവരും സാവധാനം നീങ്ങി. ഇര കോർത്ത മറ്റു ചൂണ്ടകൾ അപ്പോഴും വെള്ളത്തിൽ കിടന്നിരുന്നു. അക്കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. ചെറുക്കൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, കിഴവൻ ഉറക്കെ പറഞ്ഞു. ഒരു മത്സ്യം എന്നെ വലിച്ചു കൊണ്ടു പോവുകയാണ്. ഞാനാകട്ടെ കെട്ടി വലിച്ചു കൊണ്ടു പോകുന്ന ഒരു തടി കഷ്ണവുമാണ്. വേണമെങ്കിൽ എനിക്ക് ചൂണ്ടനൂൽ വലിച്ചു നിർത്താം. പക്ഷെ അങ്ങനെ ചെയ്താൽ അവനത് പൊട്ടിച്ചു കളയും. കഴിയുന്നത്ര ഞാനവനെ പിടിച്ചു നിർത്തും. ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാനവന് ചരട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ദൈവത്തിന് നന്ദി, അവൻ സഞ്ചരിക്കുക തന്നെയാണ്, താഴേക്ക് പോവുകയല്ല. അവൻ ആഴത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് ഒരു രൂപവുമില്ല. അവൻ ആഴത്തിൽ ചെന്ന് ചാവുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും? അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. കിഴവൻ ചരട് പിറകിലേക്ക് വലിച്ചു പിടിച്ച് വെള്ളത്തിലെ അതിൻ്റെ ചെരിവും തോണിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഇടതടവില്ലാത്ത ചലനവും നിരീക്ഷിച്ചു. ഇതവനെ കൊല്ലും, കിഴവൻ വിചാരിച്ചു. അവൻ എക്കാലത്തും ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയില്ല. എന്നാൽ 4 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു തടസ്സവുമില്ലാതെ മത്സ്യം തോണിയും വലിച്ചുകൊണ്ട് കടലിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. കിഴവൻ അപ്പോഴും ചരട് തോളിലൂടെ വലിച്ച് മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്കാണ് ഞാൻ അവനെ ചൂണ്ടയിൽ കുരുക്കിയത്, കിഴവൻ പറഞ്ഞു. എന്നിട്ടും ഇതുവരെയും ഞാനവനെ കണ്ടില്ല. മീനിനെ കുരുക്കുന്നതിന് മുമ്പാണ് കിഴവൻ തൻ്റെ വൈക്കോൽ തൊപ്പി തലയിൽ ഉറപ്പിച്ചു വെച്ചിരുന്നത്. അതയാളുടെ നെറ്റിത്തടത്തിൽ പരുക്കേൽപ്പിച്ചു കൊണ്ടിരുന്നു. വല്ലാതെ ദാഹിക്കുന്നുമുണ്ട്. കാൽമുട്ടിന്മേൽ നിന്നുകൊണ്ട് ചരടിന് അനക്കം സംഭവിക്കാതിരിക്കാനായി കരുതലോടെ കഴിയുന്നിടത്തോളം അണിയത്തേക്ക് ചാഞ്ഞ് ഒരു കൈയെത്തിച്ച് വെള്ളം നിറച്ച കുപ്പിയെടുത്തു. തുറന്ന് ഇത്തിരി കുടിച്ചു.
പിന്നീട് അണിയത്തേക്ക് ചാഞ്ഞു വിശ്രമിച്ചു. പടികളില്ലാത്ത പാമരത്തിലിരുന്ന് വിശ്രമിക്കുമ്പോൾ ആവശ്യമില്ലാതെ ചിന്തിക്കാതിരിക്കാനും സഹനശക്തി കൈവരുത്താനും കിഴവൻ ശ്രമിച്ചു. അയാൾ പിന്തിരിഞ്ഞു നോക്കി. കര കാണാനില്ല. കാണുന്നതും കാണാതിരിക്കുന്നതും ഒന്നു തന്നെ, അയാൾ വിചാരിച്ചു. ഹവാനയിൽ നിന്നുള്ള സന്ധ്യാപ്രഭയിൽ എനിക്കെപ്പോഴും തിരിച്ചു വരാവുന്നതേയുള്ളൂ. സൂര്യൻ അസ്തമിക്കാൻ ഇനി 2 മണിക്കൂറേയുള്ളൂ. അതിനു മുൻപ് അവൻ മുകളിലെത്തിയേക്കും. അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കുന്നതോടെ എത്താതിരിക്കുകയില്ല. എന്നിട്ടും വരാതിരിക്കുകയാണെങ്കിൽ സൂര്യോദയത്തോടെയെങ്കിലും എത്തിച്ചേരും. എനിക്ക് പേശികളുടെ കൊളുത്തിവലിച്ചിലില്ല. നല്ല ശക്തി തോന്നുന്നുമുണ്ട്. അവൻ്റെ വായിലാണ് ചൂണ്ടക്കൊളുത്ത് കുരുങ്ങിയിരിക്കുന്നത്. എങ്കിലും ഇത്ര ശക്തിയായി വലിക്കണമെങ്കിൽ അവൻ എത്രത്തോളം വലിയ മീനായിരിക്കും. ചരടിൽ മുറുക്കി കടിച്ചു പിടിച്ചിരിക്കുകയാവും. അവനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, ആരോടാണ് അവൻ എതിരിടുന്നത് എന്നറിയാനായിട്ടെങ്കിലും ഒരു തവണയെങ്കിലും അവനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. ആ രാത്രി മത്സ്യം തൻ്റെ ഗതിയോ ദിശയോ മാറ്റിയില്ല. നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചാലും മനുഷ്യന് ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. സൂര്യൻ അസ്തമിച്ചതോടെ തണുപ്പായി. കിഴവൻ്റെ പുറത്തും കൈകളിലും പ്രായം ചെന്ന കാലുകളിലും വിയർപ്പ് തണുത്തുണങ്ങി പിടിച്ചു. പകൽ സമയത്ത് ഇരകൾ സൂക്ഷിച്ചിരുന്ന പെട്ടി മൂടിയ ചാക്കെടുത്ത് ഉണങ്ങാനായി വെയിലിൽ വിരിച്ചിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അയാൾ ചാക്ക് കഴുത്തിൽ മൂടിക്കെട്ടിവെച്ചു. മുതുകിൽ തൂങ്ങിക്കിടന്ന ചാക്കിൻ്റെ ഭാഗം കരുതലോടെ തോളിലൂടെ കിടന്നിരുന്ന ചരടിനടിയിലേക്ക് വെച്ചതിനാൽ കാഠിന്യം മുതുകിൽ അനുഭവപ്പെട്ടിരുന്നില്ല. ചാക്ക് ചരടിനെതിരെ ഒരു കുഷ്യൻ പോലെ പ്രവർത്തിച്ചു. അണിയത്ത് ഒരു പ്രത്യേക രീതിയിലാണ് അയാൾ ചാരിയിരുന്നത് എന്നതിനാൽ ഇരിപ്പ് ഏറെക്കുറെ സുഖകരമായിരുന്നു. വാസ്തവത്തിൽ ഒരുവിധം സഹനീയമായ അവസ്ഥയായിരുന്നു അതെങ്കിലും കിഴവൻ അതിനെ മിക്കവാറും സുഖപ്രദം എന്ന് തന്നെ കണക്കാക്കി. അവൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ കാര്യത്തിൽ അവനും ഒന്നും ചെയ്യാനില്ല, കിഴവൻ വിചാരിച്ചു. ഈ നിലയ്ക്ക് നീങ്ങുന്നിടത്തോളം കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. ഒരു തവണ കിഴവൻ എഴുന്നേറ്റ് വഞ്ചിയുടെ അരികിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചു. നക്ഷത്രങ്ങളെ നോക്കി സഞ്ചാരത്തിൻ്റെ ഗതി പരിശോധിച്ചു. തോളിൽ നിന്നും നേരെ വെള്ളത്തിലേക്ക് പതിച്ചിരുന്ന ചരട് ഒരു പ്രകാശവർണ്ണ രേഖ പോലെ കാണപ്പെട്ടു. ഇപ്പോൾ മുമ്പത്തേക്കാൾ സാവധാനത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. ഹവാനയുടെ പ്രഭ അത്ര വ്യക്തവുമല്ല. അതോടെ ജലപ്രവാഹം തങ്ങളെ കിഴക്കുഭാഗത്തേക്കാണ് കൊണ്ടുപോവുക എന്ന് അയാൾക്ക് മനസ്സിലായി. ഹവാനയുടെ പ്രഭ തീരെ ഇല്ലാതാവുകയാണെങ്കിൽ ഞങ്ങൾ കുറെ കൂടി കിഴക്കോട്ടായിരിക്കും പോവുക, അയാൾ വിചാരിച്ചു. മത്സ്യത്തിൻ്റെ നീക്കം ഇതേപോലെയാണെങ്കിൽ ഇനിയും കുറേ മണിക്കൂർ നേരം എനിക്കത് കാണാനാവും. ഗ്രാൻഡ് ലീഗുകളിലെ ഇന്നത്തെ ബേസ്ബോൾ കളി എവിടെ എത്തിയോ ആവോ. ഒരു റേഡിയോ ഉണ്ടായിരുന്നെങ്കിൽ മീൻപിടുത്തം സുഖകരമായേനെ. അതിനെക്കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിക്കൂ, കിഴവൻ തുടർന്ന് ചിന്തിച്ചു. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കൂ, മണ്ടത്തരമൊന്നും കാണിക്കരുത്. അനന്തരം കിഴവൻ ഉച്ചത്തിൽ പറഞ്ഞു, ചെറുക്കൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ സഹായിക്കാനും ഇതെല്ലാം കാണാനുമായി. വാർദ്ധക്യത്തിൽ ആരും ഏകാഗിയായിരിക്കരുത്, കിഴവൻ ചിന്തിച്ചു. പക്ഷെ അത് അനിവാര്യമാണ്. അഴുകും മുമ്പ് ട്യൂണമീൻ തിന്നാൻ മറക്കരുത്. കരുത്താർജിക്കാൻ അത് ആവശ്യമാണ്. വളരെ കുറച്ചേ നിനക്ക് ആവശ്യമുള്ളൂ, എങ്കിലും അത് പ്രശ്നമല്ല. രാവിലെ അത് കഴിക്കണമെന്ന കാര്യം മറക്കരുത്, ഓർമ്മ വേണം, അയാൾ തന്നോട് തന്നെ പറഞ്ഞു. രാത്രിയിൽ 2 കടൽപ്പന്നികൾ വഞ്ചിക്കരികിലെത്തി. അവ ഉരുണ്ടുമറിയുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്ന ശബ്ദം കിഴവന് കേൾക്കാമായിരുന്നു. ആണിൻ്റെ ഉച്ഛ്വാസ ശബ്ദവും പെണ്ണിൻ്റെ നെടുവീർപ്പിൻ്റെ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം അയാൾക്ക് പറയാൻ കഴിയുമായിരുന്നു. കടൽപ്പന്നികൾ നല്ലവരാണ്, അയാൾ പറഞ്ഞു. അവ കളിക്കുകയും കുസൃതി തരങ്ങളൊപ്പിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്നു. പറക്കും മത്സ്യങ്ങളെപ്പോലെ നമ്മുടെ സഹോദരങ്ങളാണവർ. താൻ ചൂണ്ടയിൽ കുടുക്കിയ ആ വലിയ മത്സ്യത്തോട് കിഴവന് അനുകമ്പ തോന്നി തുടങ്ങി. പ്രഗത്ഭനും അസാധാരണനുമാണവൻ. അവന് എത്ര പ്രായമുണ്ടെന്ന് ആർക്കറിയാം, അയാൾ വിചാരിച്ചു. ഇത്ര കരുത്തനും വിചിത്രമായ രീതിയിൽ പെരുമാറിയവനുമായ മറ്റൊരു മത്സ്യത്തെ ഞാൻ ഇന്നേ വരെ പിടിച്ചിട്ടില്ല. ഒരു പക്ഷേ അവൻ ചാടാതിരിക്കാൻ മാത്രം ബുദ്ധിയുള്ളവനാകാം. ചാടിക്കൊണ്ടോ വന്യമായ ഒരു കുതിപ്പ് കൊണ്ടോ അവൻ എന്നെ നശിപ്പിക്കാവുന്നതേയുള്ളൂ.
മുമ്പും പലതവണ അവൻ ചൂണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ടാവും. ഇപ്രകാരമാണ് പോരാടേണ്ടതെന്നും അവന് അറിയാമായിരിക്കാം. ഒരു മനുഷ്യൻ മാത്രമേ തനിക്കെതിരെ ഉള്ളൂ എന്നോ അതൊരു കിഴവനാണെന്നോ അറിയില്ലെന്നു വരാം. എന്തൊരു വലിയ മത്സ്യമാണവൻ! നല്ല മാംസമാണെങ്കിൽ ചന്തയിൽ എന്തുമാത്രം വിലയാണ് കിട്ടുക? ഒരാണിനെ പോലെ തന്നെയാണ് ചൂണ്ടനൂൽ വലിക്കുന്നതും. പോരാട്ടത്തിൽ പരിഭ്രാന്തി ഒട്ടുമില്ല. അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ എന്നാണ് എൻ്റെ ഭയം. അതോ എന്നെപ്പോലെ ഹതാശനായ എന്തിനും ഉരുമ്പെട്ടവനാണോ അവൻ?